ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന യുഗാന്ത്യത്തെക്കുറിച്ചാണ്. യുഗാന്ത്യത്തെക്കുറിച്ച് ഇത് സാധാരണ നമ്മുടെ കാറ്റിസം കുട്ടികൾക്കൊക്കെ ഒത്തിരി ചോദ്യങ്ങളുള്ള, ആശങ്കകളുള്ള, സംശയങ്ങളുള്ള ഒരു ഏരിയയാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ മരണം, മരണത്തിനപ്പുറം എന്ത്, മരണാനന്തര ജീവിതം, വിധി അതെങ്ങനെയാണ്, സ്വർഗം, നരകം, ഇങ്ങനെ തുടങ്ങുന്ന വിഷയങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരേണ്ടത്. ഇതെല്ലാം നമുക്ക് പൊതുവിൽ എല്ലാത്തിനെ കുറിച്ചും അറിയാവുന്ന പോലെ വളരെ വളരെ വിപുലമായ വിഷയങ്ങളാണ്. ഒത്തിരി ചോദ്യങ്ങൾ ഉൾച്ചേരുന്ന വിഷയങ്ങളാണ്. എന്നാലും ഒരു ഇത്തിരി സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ബേസിക്സ് ഒക്കെ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് പരിചയപ്പെടുത്താം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് ഉയർപ്പിനെ കുറിച്ചാണ്. മരണം, ഉയർപ്പ് എന്നൊക്കെ പറയുന്ന കാര്യമാണ്. ഇനി മരണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ആദ്യം നമുക്ക് പറയേണ്ടത്. മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്, നമ്മൾ സാധാരണ എന്തിനാണ് മരണം എന്ന് പറയുന്നത്? ഒരാൾ ജീവൻ പോയി എന്നാണ് ആളുകൾ സാധാരണ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവൻ പോയി എന്നാണ്. സത്യത്തിൽ എന്താണ് മരണം? മരണം എന്ന് പറയുന്നത് ആത്മാവും ശരീരവും തമ്മിലുള്ള വേർപിരിയലാണ്. ആത്മാവും ശരീരവും തമ്മിലുള്ള ഒരു ജീവൻ പോകുന്നതല്ല വിഷയം. പകരം ആത്മാവും ശരീരവും വേർപിരിയുന്നു. അത് രണ്ടും സംയോജിച്ച് ഒരു വ്യക്തി ആയിരിക്കുന്ന ഒരു വ്യക്തി, ഒരാൾക്ക് അതിന്റെ പൂർണ്ണത ഉണ്ടായിരിക്കുന്ന ആത്മാവ് ശരീരവും കൂടെ കൂടി ചേർന്നിരിക്കുമ്പോഴാണ് ആത്മാവ് ശരീരം വേർപിരിയും. ആത്മാവ് ശരീരം വേർപിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത്, അതെങ്ങനെയാണ് വേർപിരിയുന്നത് എന്ന് തുടങ്ങുന്ന വിഷയങ്ങളിലാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ടത്. ആദ്യം നമുക്ക് ശരീരത്തെക്കുറിച്ച് പറയാം. ശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ നമുക്ക് CCC ശരീരത്തെക്കുറിച്ച് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേറെ ചില കാര്യങ്ങളാണ്. ശരീരം എന്ന പദം മനുഷ്യനെ അവൻ്റെ ദുർബലതയുടെയും അമർത്യതയുടെയും അവസ്ഥയെ സൂചിപ്പിക്കും എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. ശരീരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബോഡി തന്നെയാണ്. സത്യത്തിൽ എന്താണ് ആ ബോഡി? അത് മനുഷ്യന്റെ ഏറ്റവും ദുർബലമായ ഏരിയയാണ്. എന്ന് വെച്ചാൽ ആത്മാവ് നിത്യതയിൽ നിലനിൽക്കുന്നെങ്കിൽ ശരീരം ക്ഷണികമായിട്ടാണ് നിലനിൽക്കുന്നത്. ശരീരത്തിൽ ഒത്തിരി പരിമിതികളുണ്ട്. പരിമിതി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് അസുഖം വരുന്നു എന്നുള്ളത് മാത്രമല്ല, ശരീരത്തിന് ഒരു സ്പേസ് ആവശ്യമുണ്ട്. ഒരു ഏത് പ്രപഞ്ചത്തിലാണെങ്കിലും ഇതിന് ഉൾക്കൊള്ളാനായിട്ട് അതിന്റെ വലുപ്പത്തിലുള്ള ഒരു ഏരിയ അതിനാവശ്യമുണ്ട്. മനുഷ്യന് എവിടെയെങ്കിലും അല്ലാതെ നിലനിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ശൂന്യതയിൽ അങ്ങനെ വ്യാപരിച്ച് കിടക്കാൻ പറ്റില്ല. ഒരു പ്രത്യേക സ്ഥലം ആവശ്യമുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ, വേറെ സ്ഥലത്ത് എനിക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ലിമിറ്റേഷൻസ്, പരിമിതികൾ ഒരാൾക്ക് ഉണ്ടാക്കുന്നത് ശരീരമാണ്. അസമയം ആത്മാവ് മാത്രമേ ഉള്ളെങ്കിൽ ആത്മാവിന് ഇങ്ങനത്തെ പരിമിതികളോ ബൗണ്ടറികളോ ഒന്നുമില്ല. അപ്പം ശരീരം ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ അതൊരു പരിമിതിയാണ് എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഇനി മരിച്ചു കഴിഞ്ഞിട്ട് ഉത്ഥാനം ചെയ്യുന്നത് എന്താണ്? ഉത്ഥാനം ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. ഉത്ഥാനം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും എപ്പോഴും ആൾക്കാർ പറയാറുള്ളത് എന്താണ് മരിച്ചു കഴിയുമ്പോൾ ഉത്ഥാനം ചെയ്യുന്നത്? പറയൂ. നമ്മൾ മരിച്ചു കഴിയുമ്പോൾ എന്താണ് ഉത്ഥാനം ചെയ്യുന്നത്? ആരെങ്കിലും ഒക്കെ പറ. ഞാൻ പേര് വിളിക്കാതെ. ആത്മാവ്, ശരീരം, ഒത്തിരി പേർക്ക് അന്ത്യവിധി, ഒത്തിരി പേർക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് ആത്മാവ് ഉത്ഥാനം ചെയ്യുന്നതെന്നാണ്. ആത്മാവ് ഉത്ഥാനം ചെയ്യുന്നില്ല. കാരണം എന്താണ്? ആത്മാവ് മരിക്കുന്നില്ലാത്തതുകൊണ്ട് പിന്നെ ഉത്ഥാനം ചെയ്യേണ്ട ആവശ്യമില്ല. ആത്മാവ് നിത്യതയിലുള്ളതാണ്. ആത്മാവിന് ഒരിക്കലും നാശമില്ല. അപ്പൊ അതുകൊണ്ട് ആത്മാവ് അങ്ങനെ തന്നെ നിലനിൽക്കും. ശരീരമാണ് ഉത്ഥാനം ചെയ്യുന്നത്. നമ്മൾ അതാണ് വിശ്വാസ പ്രമാണത്തിൽ എപ്പോഴും ഏറ്റുചൊല്ലുന്നത്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അധികം അവെയർ അല്ലാത്തത്. വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്ന ആത്മാവിന്റെ ഉയർപ്പിലും എന്നാണോ? ശരീരങ്ങളുടെ ഉയർപ്പിലും എന്നാണ് നമ്മൾ എന്നും ഏറ്റുചൊല്ലുന്നത്. ശരീരങ്ങളുടെ ഉയർപ്പിലും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ശരീരങ്ങളുടെ ഉയർപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര സത്യമാണ്. ശരീരത്തിന്റെ ഉയർപ്പ്. ഒരു മനുഷ്യൻ ഉയർക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് ആ ഉയർപ്പിന്റെ സമയത്ത് ആ വ്യക്തിയുടെ ശരീരം ആളോട് കൂടെ ഉണ്ടായിരിക്കും എന്നാണ്. ഇത് പറയുന്നതിന് മുൻപ് മരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ നല്ലതല്ലേ? മരിക്കുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചു തുടങ്ങിയായിരുന്നു. മരിക്കുന്ന സമയത്ത് ആത്മാവും ശരീരവും വേർപിരിയും. ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് മാറും. എന്ന് വെച്ചാൽ പിന്നീട് ആ നിമിഷം മുതൽ ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലാണ്. ആത്മാവിന് പിന്നീട് ഭൂമിയായിട്ടോ നമ്മുടെ ലോകവുമായിട്ടോ ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, ഈ മരിച്ച ആത്മാക്കൾ തിരിച്ചു വരികയോ ഇതിലെ അലഞ്ഞു നടക്കുകയോ ഒരു 6-7 ദിവസം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് പോവുകയോ, അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു അപ്പൊ അത് പൂർത്തീകരിക്കാൻ വേണ്ടി മടങ്ങി വരികയോ, ആരുടെയെങ്കിലും മേൽ ഒരാളുടെ ആത്മാവ് അയാളെ വിട്ടിട്ട് വേറൊരാളുടെ മേൽ പ്രവേശിക്കുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഒരു മനുഷ്യന് ഒരു ആത്മാവാണുള്ളത്. അപ്പോൾ ആ ആത്മാവ് ഉണ്ടായിരിക്കെ മറ്റൊരു ആത്മാവിന് ആ വ്യക്തിയിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. ഒരാത്മാവ് ഒരാളിൽ ഉണ്ടായിരിക്കെ, ഒരാത്മാവ് ശരീരവും ചേർന്നാണ് ഒരു വ്യക്തിയാകുന്നതെന്നിരിക്കെ
ഒരാത്മാവുള്ള ഒരു മനുഷ്യനിലേക്ക് മറ്റൊരാത്മാവിനൊന്നും പ്രവേശിക്കാനൊന്നും പറ്റത്തില്ല. മനസ്സിലായോ? മാത്രമല്ല, അങ്ങനെ പ്രവേശിക്കാവുന്ന വിധത്തിൽ ദൈവം ആത്മാക്കളെ ഇങ്ങനെ അഴിച്ചുവിടുന്നുമില്ല. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഈ നാട്ടിൽ കേൾക്കുന്ന ആത്മാവുമായി ബന്ധപ്പെട്ട കഥകളൊക്കെ വെറും കഥകളാണ്, വെറും കെട്ടുകഥകളാണ്. ആത്മാവിൽ അലഞ്ഞു നടന്നു, ആത്മാവ് ഒരാളിന് മേൽ പ്രവേശിച്ചു, ആത്മാവിനോട് സംസാരിക്കാൻ പറ്റുന്നു, ഇതെല്ലാം കെട്ടുകഥകളാണ് എന്ന് നമ്മൾ ഓർക്കണം. മരിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ആത്മാവ് ശരീരവുമായി വേർപിരിയും. ആത്മാവ് തൽക്ഷണം തന്നെ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് ട്രാൻസ്ഫോംഡ് ആവും. അതെവിടെയെന്നല്ല, അത് ആ അവസ്ഥയിലേക്ക് മാറും. പിന്നീട് ഈ ആത്മാവിന് ഈ ഭൗമിക പ്രപഞ്ചവുമായിട്ട് ബന്ധമൊന്നുമില്ല. ശരീരത്തിന് എന്ത് സംഭവിക്കും? ശരീരം ആത്മാവുമായി വീണ്ടും കൂട്ടിമുട്ടാനായി, പുനഃസമാഗമനത്തിനായി കാത്തിരിക്കും. ഒരു പ്രത്യേക അവസ്ഥയിൽ ഈ ഭൂമിയിൽ ഡിസിൻറ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് ഈ ഭൂമിയിൽ ശരീരം നിലനിൽക്കും. അതിന് ശരീരത്തിന്റെ രൂപഭാവങ്ങളും കോശങ്ങളും ഒക്കെ ഉണ്ടാവണമെന്നില്ല. ശരീരം എന്ന യാഥാർത്ഥ്യം നിലനിൽക്കും. ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് യാത്രയാകും. പുനരുത്ഥാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പുനരുത്ഥാനത്തിൽ ഈ ശരീരങ്ങൾ ഉയർക്കും. അത് ഉയർക്കുന്നത് ഇതേ പരുവത്തിലല്ല. ഇതേ പരുവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കോശങ്ങളൊക്കെയുള്ള എല്ലും ഞരമ്പും മാംസവും ഒക്കെയുള്ള തലച്ചോറൊക്കെയുള്ള ഒരു ശരീരത്തിലല്ല. പകരം അരൂപിയായ ഒരു ശരീരത്തിൽ. ആ ശരീരത്തിനെ വിളിക്കുന്ന പേര് ഗ്ലോറിഫൈഡ് ബോഡി എന്നാണ്. മഹത്വീകൃത ശരീരം എന്നാണ് ആ ശരീരത്തെ വിളിക്കുന്നത്. മഹത്വീകൃതമായ സ്വർഗീയ സ്വഭാവമുള്ള ശരീരം ഉയർക്കും. ആ ശരീരമാണ് ഉത്ഥാനശേഷം നമുക്കുണ്ടാവുക, അല്ലാണ്ട് ഈ ശരീരമല്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ എന്താ പറയാ, വൈകല്യമുള്ള ആളുകൾ ഉയർക്കുമ്പോൾ അവർ വൈകല്യത്തിലാണോ അച്ചയിരിക്കുക, ഇങ്ങനെ തന്നെയാണോ, നമ്മുടെ ഷേപ്പൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കുമോ എന്നൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉയർക്കുന്നത് സ്വർഗീയ അഭൗമിക ശരീരത്തിലാണ്, തേജസ്സിന്റെ ശരീരത്തിലാണ്. ഈ ശരീരമാണ്, ശരീരം എന്ത് ചെയ്യും? ആത്മാവുമായി വീണ്ടും പുനഃസമാഗമിക്കും, കൂടിച്ചേരും, ഒന്നിച്ചു ചേരും. അങ്ങനെ ആ വ്യക്തി വീണ്ടും പൂർണ്ണമാകും. അതാണ് സ്വർഗത്തിൽ സംഭവിക്കുന്നത്. അതിനെയാണ് പുനരുത്ഥാനം എന്ന് വിളിക്കുന്നത്. പുനരുത്ഥാനം എന്ന് വിളിക്കുന്നത്. CCC അതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഞാൻ വായിക്കാം. എന്താണ് ഉയർത്തെഴുന്നേൽക്കൽ? മരണത്തിൽ ശരീരത്തിൽ നിന്നുള്ള ആത്മാവിന്റെ വേർപാടിൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നു. മനുഷ്യ ശരീരം ആത്മാവുമായിട്ട് വേർപിരിയുന്നു, ജീർണിക്കുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. ആത്മാവ് ദൈവത്തെ കണ്ടുമുട്ടാനായി യാത്രയാകുന്നു. യാത്രയാകുന്ന പറഞ്ഞാൽ പിക്നിക്ക് പോകുന്ന പോലത്തെ ഒരു യാത്ര എന്നൊന്നും വിചാരിക്കരുത്. ആത്മാവ് ഞാൻ ഈ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് പരിവർത്തനപ്പെടുന്നു. എന്നിട്ടോ അതേസമയം മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി കാത്തിരിക്കുകയും ചെയ്യുന്നു. ആത്മാവ് ദൈവത്തിന്റെ പ്രപഞ്ചത്തിലേക്ക് മാറ്റപ്പെടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ആത്മാവ് അവിടെ ഈ ഉദ്ധിത ശരീരവുമായി, മഹത്വീകൃത ശരീരവുമായുള്ള പുനരൈക്യത്തിനായി, വീണ്ടും കണ്ടുമുട്ടലിനായിട്ട് കാത്തിരിക്കും. ഇനി ദൈവം തന്റെ വലിയ ശക്തി കൊണ്ട്, സർവാതീത ശക്തി കൊണ്ട്, ഈശോയുടെ ഉത്ഥാനത്തിന്റെ ശക്തിയിലൂടെ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാക്കളോട് വീണ്ടും ചേർത്ത് നമ്മുടെ ശരീരങ്ങൾക്ക് അനശ്വരമായ ജീവിതം ആത്യന്തികമായി പ്രദാനം ചെയ്യും. ഈ ഈശോ മിശിഹ തന്റെ ഉത്ഥാനം കൊണ്ട്, തന്റെ ഉത്ഥാനത്തിന്റെ യോഗ്യതകൾ കൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ ആത്മാവുകളെ ആ ദിവസം വീണ്ടും ശരീരത്തോട് കൂട്ടിച്ചേർത്ത് നമ്മുടെ ശരീരത്തിന് അനശ്വരമായ ജീവിതം പ്രദാനം ചെയ്യും. എന്ന് വെച്ചാൽ ഈ പുനരൈക്യത്തോടുകൂടെ നമ്മൾ പിന്നീട് എന്നേക്കും ജീവിക്കും. ഇപ്പം നമ്മൾ താൽക്കാലികമായിട്ടാണ് ജീവിക്കുന്നത്, കുറച്ച് വർഷങ്ങളാണ് ജീവിക്കുകയുള്ളൂ. ഏതാനും വർഷങ്ങളാണ് ജീവിക്കുന്നത്. അത് കഴിഞ്ഞാൽ അതിലേക്ക് വാർദ്ധക്യമായി, ബാല്യമായി, ഇങ്ങനെ. അത് കഴിഞ്ഞാലോ നമ്മൾ പിന്നെ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കും, എറ്റേണൽ ലൈഫിലേക്ക് പ്രവേശിക്കും. ഒരിക്കലും തീർന്നു പോവുകയില്ലാത്ത, ഒരിക്കലും ക്ഷയിക്കുകയില്ലാത്ത, കുറവുകളില്ലാത്ത, പരിമിതികളില്ലാത്ത നിത്യതയുടെ സ്വഭാവമുള്ള ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരങ്ങൾ പ്രവേശിക്കും എന്നതാണ് അതിന്റെ കാര്യം. ഇനി ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് എന്നുള്ള ചോദ്യമാണ് അടുത്തത്. ആരാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് ചോദിച്ചാൽ മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മരിച്ച എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. അന്നേരമോ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിലേക്കും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിലേക്കും വേർപിരിയും. അങ്ങനെ ഒരു സെലക്ഷൻ, രണ്ടായി പിരിയൽ, മനുഷ്യവംശം രണ്ടായി പിരിയുന്ന സാഹചര്യം സംജാതമാകും. ദൈവത്തോട് കൂടെയായിരുന്നവർ, ദൈവത്തിന് വേണ്ടി ജീവിച്ചവർ, ദൈവത്തെ മാനിച്ചവർ, ദൈവത്തോടു കൂടി ആയിരിക്കണമെന്ന് ആഗ്രഹിച്ച് തീരുമാനമെടുത്തവർ ദൈവത്തോടൊത്ത്, ദൈവത്തെ വേണ്ട എന്ന് തന്റെ വാക്കുകൾ കൊണ്ടും ജീവിതം കൊണ്ടും പ്രസ്താവിച്ചവർ, എന്ന് വെച്ചാൽ പാപം ചെയ്ത് പാപത്തിൽ മുഴുകുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ദൈവത്തെ വേണ്ടെന്നാണ്. അങ്ങനെ ദൈവത്തെ നിഷേധിച്ചവർ ദൈവമില്ലാത്ത അവസ്ഥയിലേക്കും പോകും.
അതിനെയാണ് നരകം എന്ന് പറയുന്നത്. ദൈവമില്ലാത്ത അവസ്ഥ, ദൈവത്തോട് കൂടെയായിരിക്കുന്ന അവസ്ഥയാണ് സ്വർഗം. കാരണം ദൈവത്തോട് കൂടെയായിരിക്കുന്ന ചെറിയ കാര്യമല്ലോ. ദൈവം പൂർണ്ണ നന്മയാണ്, പൂർണ്ണ സന്തോഷമാണ്, പൂർണ്ണ സ്നേഹമാണ്. അങ്ങനെ എല്ലാത്തിൻ്റെയും എല്ലാ നന്മകളുടെയും പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിലായിരിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലുതൊന്നുമില്ല നമുക്ക്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതുപോലെ അത്രമാത്രം വലിയ പൂർണ്ണതയാണ്, പെർഫെക്ഷനാണ്, ഫുൾനെസ് ആണ് ഹെവൻ. ദൈവത്തിന്റെ പരിപൂർണനായ ദൈവത്തിന്റെ പൂർണ്ണതയോട് നമ്മളെ കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് സ്വർഗം. നമ്മളെ ദൈവം അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണ് സ്വർഗം. ഇനി നരകം എന്ന് പറയുന്നതോ ആ പൂർണ്ണതയിൽ നിന്ന് അകന്നു പോകുന്നതാണ്, അന്ധകാരത്തിലേക്ക് പോകുന്നതാണ്, ദൈവമില്ലായ്മയിലേക്ക് പോകുന്നതാണ്. ഇല്ല എങ്കിൽ ദൈവിക നന്മകളൊന്നുമില്ല. ഒരു നന്മയും ഇല്ലാത്ത ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു നന്മയും ഇല്ലാത്ത ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുന്നു എന്ന് കരുതിക്കേ. എന്ന് വെച്ചാൽ സ്നേഹത്തിന്റെ കണികയില്ലാത്ത, നന്മയുടെ കണികയില്ലാത്ത, സന്തോഷത്തിന്റെ കണികയില്ലാത്ത, പ്രത്യാശയുടെ ഒരു തരി പോലും ഇല്ലാത്ത, അങ്ങനെ നമ്മൾ കൊള്ളാമെന്ന് കരുതുന്നത് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ, ഒരന്തരീക്ഷത്തിൽ അത്തരം തന്നെ ഒരു അവസ്ഥയായിരിക്കുന്ന ഒരു മനുഷ്യൻ നിലനിൽക്കുന്നതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. അതിനെയാണ് നരകം എന്ന് പറയുന്നത്. നരകം നമ്മളല്ലാതെ കരുതുന്ന പോലെ ദൈവം പിടിച്ച് കുറച്ചെണ്ണത്തിന് അങ്ങോട്ട് വലിച്ചെറിയുന്നു, അവരവിടെ പോയി കിടന്നിട്ട് തിളച്ചണയ്ക്കകത്ത് കിടന്ന് പുഴുങ്ങുന്നു. അതിനെയല്ല നരകം എന്ന് പറയുന്നത്. നന്മ ലേശം പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കാരണം സകല പുണ്യങ്ങളുടെയും സകല നന്മകളുടെയും സകല നന്മയായിട്ടുള്ളതെല്ലാം, സന്തോഷം, സമാധാനം തുടങ്ങിയതെല്ലാത്തിൻ്റെയും ഉറവിടം ദൈവമാണ്. അവിടെയാണ് ഇതെല്ലാം ഉള്ളത്. ഇതിൽ നിന്ന് പൂർണ്ണമായും ഒരാളെ മാറ്റി നിർത്തിയാൽ എങ്ങനെയുണ്ടാവും? ഒരല്പം പോലും സന്തോഷമില്ലാതെ, എന്ന് പറഞ്ഞാൽ മനുഷ്യന് എത്ര ദുഃഖത്തിൽ അവൻ്റെ അല്പം സന്തോഷം വരുമുണ്ട്. അങ്ങനെയാണ് മനുഷ്യന്. ഒരു തുള്ളി പോലും സന്തോഷമില്ലാത്ത, അല്പം പോലും സമാധാനമില്ലാത്ത, ഒരല്പം പോലും സ്നേഹമില്ലാത്ത, അല്പം പോലും നന്മയില്ലാത്ത, അല്പം പോലും പ്രകാശമില്ലാത്ത ഒരവസ്ഥയിൽ ഒരാൾ തുടരേണ്ടി വരുന്നു. അതും നിത്യകാലത്തേക്ക് തുടരേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതിനെയാണ് നരകം എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഇങ്ങനെ രണ്ടായിട്ട് വേർതിരിയും. അതുകൊണ്ടാണ് അവിടുന്ന് എല്ലാവരും ഇപ്പോൾ ധരിക്കുന്ന ശരീരങ്ങൾ ഉദ്ധാനം ചെയ്യും, എന്നാൽ ഈ ശരീരം മഹത്വപൂർണ്ണമായ ശരീരമായി മാറും, ആധ്യാത്മിക ശരീരമായി മാറും എന്നൊക്കെ തിരുസഭ പഠിപ്പിക്കുന്നത്. ഇനി ഈ ഉയർപ്പിന് ശേഷം ഇനി അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ മരണത്തെ എങ്ങനെയാണ് തിരുസഭ വ്യാഖ്യാനിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് രസകരമാണ്. എന്താണ് മരണം എന്ന് പറഞ്ഞാൽ? നമ്മൾ മരണത്തെ എന്താ സംഭവിക്കണമെന്നാണ് പറഞ്ഞത്. ആത്മാവ് ശരീരവും വേർപിരിയുന്നതാണ് മരണത്തിൽ സംഭവിക്കുന്നത്. ഇനി വാട്ട് യു മീൻ ബൈ ഡെത്ത്? മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം. നമുക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്ന ഉത്തരം എന്തായിരിക്കും? ജീവൻ പോകലാണ് മരണം എന്നാണ്. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള വലിയൊരു കാര്യമുണ്ട് മരണവുമായി ബന്ധപ്പെട്ട്. അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. മരണം ഭൗമിക ജീവിതത്തിന്റെ അവസാനമാണ് മരണം. നമ്മുടെ ജീവിതം സമയം കൊണ്ട് അളക്കപ്പെടുന്നു. അതിന്റെ ഗതിയിൽ നമുക്ക് മാറ്റം സംഭവിക്കുകയും നാം വാർദ്ധക്യത്തിലെത്തുകയും ചെയ്യും. എന്നിട്ട് ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും എന്ന പോലെ മരണം ജീവിതത്തിന്റെ സ്വാഭാവികമായ അന്ത്യം പോലെ കാണപ്പെടുന്നു. മരണത്തിന്റെ പ്രത്യേകത കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇനി യഥാർത്ഥത്തിൽ എന്താണ് മരണം എന്ന ചോദ്യത്തിന് CCCയില് 1013 1013 നമ്മൾ വായിക്കുന്ന ആൻസർ അത് ഭയങ്കര രസകരമാണ്. അതെന്താണെന്നറിയാമോ? മരണം മനുഷ്യന്റെ ഭൗമിക തീർത്ഥാടനത്തിന്റെ അവസാനമാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവീക പദ്ധതിക്ക് അനുസൃതമായി തൻ്റെ ഭൗമിക ജീവിതം നയിക്കാനും, ദൈവീക പദ്ധതിക്ക് അനുസരിച്ച് എൻ്റെ ഈ ഭൗമിക ജീവിതം നയിക്കാനും തൻ്റെ പരമമായ ഭാഗധേയത്തെ നിശ്ചയിക്കാനുമായി, അൾട്ടിമേറ്റ് ഡെസ്റ്റിനി, ഞാൻ അൾട്ടിമേറ്റ്ലി അവസാനത്തിൽ എവിടെ ആയിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന് നിശ്ചയിക്കാനുമായി ദൈവം നൽകുന്ന കൃപാവരത്തിന്റെയും കാരുണ്യത്തിന്റെയും സമയത്തിന്റെ അവസാനമാണ് മരണം. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ദൈവീക പദ്ധതിക്ക് അനുസരിച്ച് നമ്മുടെ ഭൗമിക ജീവിതം നയിക്കാൻ ഉള്ള സമയം. ഇനി അതുപോലെ നമ്മുടെ ഭാഗധേയത്തെ നിശ്ചയിക്കാനുള്ള സമയം. ഭാഗധേയത്തെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നീ നരകത്തിലോട്ട് പോകണോ സ്വർഗത്തിലേക്ക് പോകണോ എന്ന് മരണത്തിന്റെ നിമിഷം വരെ നമുക്ക് തീരുമാനിക്കാം. ഇത് ദൈവം നിശ്ചയിക്കുന്നതല്ല. ചില നിരീശ്വരവാദികളൊക്കെ വിവരമില്ലാതെ പറയും ദൈവം ഒറ്റ നരകത്തിലേക്ക് നിശ്ചയിച്ചു വെച്ചാൽ പിന്നെ നമുക്കന്നെ അങ്ങനെ ദൈവം നിശ്ചയിക്കുകയൊന്നുമില്ല. നമ്മളാണ് നിശ്ചയിക്കേണ്ടത്. അതായത് നിനക്ക് സ്വർഗത്തിലേക്ക് പോകണോ നരകത്തിലേക്ക് പോകണോ എന്ന് നിശ്ചയിക്കാനുള്ള അവകാശം സ്വാതന്ത്ര്യത്തോടു കൂടെ ദൈവം നിനക്ക് തന്നിരിക്കുകയാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ദാറ്റ്സ് മൈ ചോയ്സ്.
ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് സ്വർഗം വേണം, എനിക്ക് സ്വർഗം കിട്ടും. വേണത് വെറുതെ ആഗ്രഹിച്ച് വെച്ചാൽ പോരാ, അതിനുള്ള പ്രവൃത്തികൾ ചെയ്യണം. സ്വർഗം എനിക്ക് ആവശ്യമുണ്ട്, കർത്താവെ എനിക്ക് അങ്ങയോട് കൂടെ ആയിരിക്കണം, ഞാൻ അങ്ങയുടെ കൂടെയാണ്. അങ്ങ് പറയുന്നതാണ് അനുവദിക്കാതെ വരുമ്പോൾ ദൈവം അതിനെ അനുവദിക്കുകയും ചെയ്യും. ഒരാളെയും ദൈവം നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല, നരകത്തിൽ പോകാനുള്ള ഒരാളുടെ സ്വതന്ത്ര തീരുമാനത്തെ ദൈവം അപ്രൂവ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഈ കാര്യം ശരിക്കും ഓർത്തെ, ദൈവം ആരെയും നരകത്തിലേക്ക് വലിച്ചെറിയുകയല്ല, നരകത്തിൽ പോകാനുള്ള ഒരാളുടെ സ്വതന്ത്രമായ തീരുമാനത്തെ ദൈവം അപ്രൂവ് ചെയ്യും. സ്വർഗത്തിൽ പോകാനുള്ള ഒരാളുടെ വലിയ ദാഹത്തെയും ദൈവം മാനിക്കും. ദിസ് ഇസ് ദ ഡിഫറൻസ്. ശരിക്കും മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ദൈവം ആരെയും നരകത്തിലേക്ക് എറിയുകയോ അല്ലെങ്കിൽ നീ നരകത്തിൽ പോകാനുള്ളവനാണ്, നീ സ്വർഗത്തിൽ പോകാനുള്ളവനാണ് തീരുമാനിച്ചു വെച്ചിട്ടില്ല. അവൻ നരകത്തിൽ പോകാനുള്ള, അതുകൊണ്ട് പിന്നെ അവൻ വേറെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവൻ ഇതുപോലെയൊക്കെ തന്നെ ജീവിച്ച് തിന്മയൊക്കെ ചെയ്ത് അങ്ങ് നരകത്തിൽ പോവുകയുള്ളൂ എന്ന് കരുതരുത്. ദൈവം ആരെയും നരകത്തിലേക്ക് അയക്കുന്നില്ല. ദൈവത്തിന് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ സ്വർഗത്തിലെത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് ദൈവം, നമ്മൾ സ്വർഗത്തിലെത്താൻ വേണ്ടിയാണ് അവിടുന്ന് കാത്തിരിക്കുന്നതും എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി പറയേണ്ട കാര്യം, ഈശോയോട് കൂടെ നമ്മൾ മരിക്കുന്നു, മരണത്തെക്കുറിച്ച് കാര്യം പറഞ്ഞു. ഇനി പറയേണ്ടത് മരണത്തിന്റെ തൊട്ടടുത്ത് എന്ത് സംഭവിക്കും എന്നാണ്. മരണത്തിന് ശേഷം എന്താണ്? വിധിയാണ് മരണത്തിന് ശേഷമുള്ളതെന്ന് നമുക്കറിയാം. മരണത്തിന് ശേഷം വിധിയാണ്. എന്തൊക്കെയാണ് വിധിയുടെ പ്രത്യേകതകൾ? എങ്ങനെയാണ് വിധി? എപ്പോഴാണ് വിധിക്കപ്പെടുക? നമ്മൾ എപ്പോഴാണ് വിധിക്കപ്പെടുന്നത്? ഈശോ രണ്ടാമത് വരുമ്പോഴാണോ മരിക്കുമ്പോൾ തന്നെയാണോ വിധിക്കപ്പെടുന്നത്? ആർക്കെങ്കിലും പറയാം? മരിക്കുമ്പോ തന്നെ ഒരു വിധിയുണ്ട്. അത് തനത് വിധിയോ അതോ അന്ത്യവിധി അവസാനം മറ്റേ യേശുവിന്റെ രണ്ടാഗമനത്തിലാണോ? ലൈക്ക് ശരീരങ്ങള്, അത് എന്തോ ഒരു വിധിയുണ്ട്. വെരി ഗുഡ്. പറഞ്ഞു വന്നത് ശരിയാണ്. അതായത് വിധിയുണ്ട്, തീർച്ചയായും വിധിയുണ്ട്. വിധി രണ്ട് തലത്തിലാണ്, രണ്ട് ഘട്ടങ്ങളിലാണ്. ആദ്യത്തേത് തനത് വിധിയാണ്, രണ്ടാമത്തേത് പൊതുവിധിയാണ്. ഓർത്തു വെച്ചോളൂ, ആദ്യത്തേത് തനത് വിധിയാണ്, രണ്ടാമത്തേത് പൊതുവിധിയാണ്. തനത് വിധി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ മരണനിമിഷത്തിൽ തന്നെ സ്വീകരിക്കുന്ന വിധിയാണ് തനത് വിധി എന്ന് പറയുന്നത്.
ആര് സ്വർഗത്തിൽ പോകും. നമ്മൾ ഇത്രയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ. ആഫ്റ്റർ ഓൾ വി ആർ സിമ്പിൾ ഹ്യൂമൻ ബീങ്സ്. നമ്മൾ ഈ കുച്ചിരി എന്തെങ്കിലും കുഞ്ഞു
അസ്ഥിക്കുഴി പോലത്തെ അവിടുത്തെ ഒരു വലിയ അസ്ഥിക്കുഴിയാണ്. ഇതിനകത്ത് അസ്ഥികളാണുള്ളത്, ജീവനില്ലാത്ത അസ്ഥികളാണ് അവിടെ. ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഹെല്ലല്ല ഉദ്ദേശിക്കുന്ന, ഷെയോൾ ആണ്. ഷെയോൾ, SHEO
മാത്രം മഹത്തരമാണ് എന്ന് കേൾക്കുക. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും അവസ്ഥയാണ് സ്വർഗം എന്ന് വിളിക്കുന്നത്. അല്ലാണ്ട് കുറച്ച് മെച്ചപ്പെട്ട ഒരു പൂന്തോട്ടമോ കുറച്ച് മെച്ചപ്പെട്ട ഭക്ഷണപാനീയങ്ങളുള്ള ഒരു സ്ഥലമോ ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ
ജെറുസലേം, പർദീസ എന്ന് തുടങ്ങിയ ദൈവം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്ത ഇടമാണത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി തിരുസഭ പഠിപ്പിക്കുന്ന ഒരു
അതോ രണ്ടും രണ്ടാണോ? അത് ഒരേ കാര്യത്തിന്റെ രണ്ട് പേരുകളെന്ന് വേണമെങ്കിൽ പറയാം. പറുദീസ എന്ന് പറഞ്ഞ ഒരു
മൃതമാണ്, ജഡമാണ് എന്ന് നമ്മൾ പഠിക്കും. ഇനി വിശ്വാസം എന്ന് പറയാം, വിശ്വാസം കൊണ്ടാണ് നീ രക്ഷ പ്രാപിക്കുന്നതെന്ന് പൗലോസ്ലിഹയുടെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം, വിശ്വാസം എന്ന് പറയുന്നത് മനസ്സിലൊരു തോന്നലല്ല, പ്രവൃത്തി കലർന്നതാണ് വിശ്വാസം. പ്രവൃത്തി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തെ മാത്രമേ വിശ്വാസം എന്ന് വിളിക്കുക തന്നെയുള്ളൂ. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ പ്രവൃത്തികളുണ്ട്. ഉദാഹരണത്തിന് സ്നേഹം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് തന്നെ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഇല്ലാത്ത ഒരു സ്നേഹത്തെക്കുറിച്ച് ഓർത്ത് നോക്കി. ഇപ്പൊ എനിക്ക് ഒരപ്പന് കൊച്ചിനോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നു, പക്ഷെ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തിയുമില്ല, സ്നേഹത്തിന്റെ ഒരു നോട്ടം പോയിട്ട് സ്നേഹത്തിന്റെ ഒന്നുമില്ലാത്ത ഒരു സ്നേഹം ഉണ്ടായിരിക്കുക സാധ്യമല്ല. കാരണം സ്നേഹത്തിനകത്ത് സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ഉണ്ട്. ആ പ്രവൃത്തികൾ കൂടി ചേർന്നാണ് സ്നേഹത്തെ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ട് സെപ്പറേറ്റഡ് റിയാലിറ്റീസ് അല്ല. അപ്പൊ പ്രവൃത്തി ചുമ്മാ കുറച്ച് പ്രവൃത്തി ചെയ്യുന്നവർക്ക് വിശ്വാസമാവില്ല. കുറെ നന്മ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട്, നല്ലതെന്ന് എണ്ണുന്ന കുറെ പ്രവൃത്തി ചെയ്തുകൊണ്ട് പുണ്യമാവത്തില്ല. വിശ്വാസം ഹൃദയത്തിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പുണ്യമാവത്തില്ല. വിശ്വാസത്തിൽ നിന്ന് തുടരുന്ന, വിശ്വാസത്തിന്റെ ഭാഗമായിരിക്കുന്ന പ്രവൃത്തികൾ, അവയെ മാത്രമാണ് സുഹൃതങ്ങൾ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഒരാൾ പോയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യമൊക്കെ ചെയ്തിട്ട് വരുന്നു, ഒരു പണിയെടുത്തിട്ട് വരുന്നു എന്ന് പറയുന്ന പോലത്തെ കാര്യത്തെയല്ല. വിശ്വാസം തന്നെയാണ് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. വിശ്വാസവും പ്രവൃത്തിയും കൂടി ചേരുന്നതിന് മാത്രമാണ് വിശ്വാസം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ളതിന് മാത്രമേ സ്വർഗത്തിലേക്ക് കാരണമാകൂ. നമുക്ക് എന്നാൽ പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ മിശിഹായെ, ഈ മതാധ്യാപകരെ, വിശ്വാസ പരിശീലകരെ അവിടുന്ന് ശക്തമായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലിയ കാരുണ്യത്തിന്റെ സമൃദ്ധിയിൽ നിന്ന് ഇവർക്ക് ആവശ്യമുള്ളത് നൽകണമേ. വലിയ വിശ്വാസവും വിശുദ്ധിയും അവിടുന്ന് ഇവർക്ക് പ്രദാനം ചെയ്യണമേ. തീക്ഷ്ണതയോടും കൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യാനും എല്ലാ കാര്യങ്ങളും ശ്രദ്ധാപൂർവം പഠിച്ചറിയാനുമുള്ള മനസ്സും ആഗ്രഹവും നൽകണമേ. നല്ല ഈശോയെ, ഇവരെ അവിടുന്ന് നല്ല വിശ്വാസ പരിശീലകരായി ഉയർത്തണമേ. അങ്ങയുടെ കൃപകളിൽ അവിടുന്ന് ഇവരെ നയിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും ലിങ്ക് ജോസ്മോന് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ആയില്ല കേട്ടോ.